എല്ലാവർക്കും സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ഒരു സൈക്കോളജി ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷനിലേക്ക് നമ്മൾ ഇന്ന് നോക്കുന്നത് സൈക്കോളജി എക്സാം, നമ്മുടെ കേട്ടറ്റ് എക്സാമിന് ഇതിന് മുന്നേ വന്നിരിക്കുന്ന സൈക്കോളജിയിലെ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. ഓരോ ക്വസ്റ്റ്യൻസ് കാണുമ്പോഴും നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ആൻസറിലേക്ക് എത്താൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ സ്വന്തമായിട്ട് ഒന്ന് ശ്രമിച്ചു നോക്കുക. എന്നിട്ട് മാത്രം ഞാൻ ആൻസർ പറയുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, അതിന് കാര്യം കറക്റ്റ് ആണോ എന്നുള്ളത് നിങ്ങളൊന്ന് വെരിഫൈ ചെയ്യുക. ഓക്കെ, അറിയാത്ത കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നോട്ട് ചെയ്ത് വെക്കണം. എന്നിട്ട് 1-2 ദിവസത്തെ ഗ്യാപ്പ് വെച്ച് ഒന്ന് വായിച്ച് നോക്കണം, റിവൈസ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ഒരിക്കലും പിന്നീട് എന്ത് ചെയ്യില്ല, മറക്കില്ല എന്നുള്ള കാര്യം കൂടെ ഓർമ്മിക്കുക. ക്ലിയർ? അപ്പോൾ നമ്മൾ ഒരുപാട് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എല്ലാ സബ്ജക്ട് വൈസും നമ്മൾ ചെയ്യുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് വീഡിയോ സെഷനിൽ പോയി നോക്കിയാൽ മതി. അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത ഒരു വീഡിയോ ഉണ്ടല്ലോ, എങ്ങനെയാണ് പ്ലേലിസ്റ്റ് ഒക്കെ പോയിട്ട് കവർ ചെയ്യേണ്ടതെന്നുള്ളത്, അത് ജസ്റ്റ് ഒന്ന് കവർ ചെയ്താൽ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ കിട്ടുന്ന സമയത്തൊക്കെ മാക്സിമം എന്ത് ചെയ്യുക, കാര്യങ്ങളൊക്കെ പഠിച്ച് വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഫസ്റ്റ് ക്വസ്റ്റൻ ഇങ്ങനെയാണ്: സ്വന്തം ശക്തി ദൗർബല്യങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാനും കഴിവിന്റെ പരമാവധിയിലേക്ക് ഉയരാനും സ്വത്വ സാക്ഷാത്കാരത്തിലേക്ക് എത്താനുമുള്ള കഴിവിനെ ബഹുമുഖ ബുദ്ധിയുമായി ബന്ധപ്പെടുത്തി പറയാവുന്നത് എന്ന് പറഞ്ഞാൽ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഏത് ബഹുമുഖ ബുദ്ധിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്? ക്വസ്റ്റ്യൻ നോക്കാം. ഇനീഷ്യേറ്റ് ആക്ഷൻസ് ബൈ ഐഡന്റിഫൈങ് വൺ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ആൻഡ് യൂട്ടിലൈസ് ദ മാക്സിമം പൊട്ടൻഷ്യൽ ടു അറ്റൈൻ സെൽഫ് ആക്ച്വലൈസേഷൻ can be termed in relation to multiple intelligence as dash. ഏതുമായിട്ട് നമുക്ക് ബന്ധപ്പെടുത്താൻ പറ്റുമോ? ദൃശ്യസ്ഥലപര ബുദ്ധി അഥവാ വിഷ്വൽ ആൻഡ് സ്പേഷ്യൽ ഇന്റലിജൻസ്, പ്രകൃതിപരമായ ബുദ്ധി നാച്ചുറലിസ്റ്റിക് ഇന്റലിജൻസ്, ആന്തരിക വൈയക്തിക ബുദ്ധി ഇൻട്രാപേഴ്സണൽ ഇന്റലിജൻസ് ആൻഡ് ഓപ്ഷൻ ഡി വ്യക്തിയാന്തര ബുദ്ധി അല്ലെങ്കിൽ ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. എന്തൊക്കെയാ നോക്കിയേ: സ്വന്തം ശക്തി ദൗർബല്യങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാനും കഴിവിന്റെ പരമാവധിയിലേക്ക് ഉയരാനും സ്വത്വ സാക്ഷാത്കാരത്തിലേക്ക് എത്താനുമുള്ള കഴിവിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അല്ലെ. എല്ലാം സ്വന്തമാണ്, അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. സ്വന്തം ശക്തി ദൗർബല്യങ്ങൾ തിരിച്ചറിയണം, പിന്നെ നമ്മുടെ തന്നെ കഴിവിന്റെ പരമാവധിയിലേക്ക് ഉയരാൻ, നമ്മുടെ തന്നെ സ്വത്വ സാക്ഷാത്കാരത്തിലേക്ക് എത്താനുമുള്ള മീൻസ് സെൽഫ് ആക്ച്വലൈസേഷനിലേക്ക് എത്താനൊക്കെയുള്ള നമ്മുടെ ബുദ്ധിയുടെ കഴിവിനെയാണ് ഉദ്ദേശിക്കുന്നത്. എല്ലാം നമ്മുടേത് മാത്രമാണ്, എന്റേതാണ്. അപ്പൊ ഇവിടെ എന്തായിരിക്കും? ഒന്നെങ്കിൽ ആന്തരിക വൈയക്തിക ബുദ്ധിയാവാം, അല്ലെങ്കിൽ വ്യക്തിയാന്തര ബുദ്ധിയാവാം. ഈ രണ്ടെണ്ണത്തിൽ ഒരെണ്ണം മാത്രമേ ഉണ്ടാവൂ, ഉറപ്പല്ലേ? അപ്പോൾ ഇവിടെ മനസ്സിലാക്കുക, എല്ലാം സ്വന്തമായതുകൊണ്ട് നമുക്ക് ഏതാണ് ആൻസർ ആയിട്ട് പറയാൻ പറ്റുക? സ്വന്തം കാര്യമായതുകൊണ്ട് വ്യക്തിയാന്തര ബുദ്ധി എന്ന് പറയാൻ കഴിയില്ല. അത് ഇന്റർ എന്ന് വെച്ചാൽ വ്യക്തികൾക്കിടയിലാണ്. ആന്തരിക വൈയക്തികം എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. എന്ന് വെച്ചാൽ ഒരു വ്യക്തിയുടെ ഉള്ളിൽ, ഓക്കെ, ആ വ്യക്തിയായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ സി ആണ്. ആന്തരിക വൈയക്തിക ബുദ്ധി അല്ലെങ്കിൽ ഇൻട്രാ പേഴ്സണൽ ഇന്റലിജൻസ് എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ക്ലിയർ? വളരെ എളുപ്പത്തിലുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് വരാം. അടുത്ത ചോദ്യം നോക്കാം നമുക്ക്. ഇതാ നോക്കിയേ: ഒരാളുടെ സ്വന്തം ചിന്തയെക്കുറിച്ചുള്ള ചിന്തയെ പറയുന്നത്, സ്വന്തം എന്നാണ് കേട്ടോ, സ്വന്തമാണ്. ഒരാളുടെ സ്വന്തം ചിന്തയെക്കുറിച്ചുള്ള ചിന്തയെ പറയുന്ന പേര്. അതൊക്കെ നിങ്ങൾക്ക് എന്താണ് ഒരു ഇമ്പോർട്ടന്റ് ഒരു ടേം ആയിട്ടാണ് നിങ്ങൾ പഠിച്ചു വെച്ചതായിരിക്കും അല്ലെ. തിങ്കിങ് അബൌട്ട് വൺസ് ഓൺ തിങ്കിങ് ഈസ് കോൾഡ്. എന്തായിരിക്കും? ഒരാളുടെ സ്വന്തം ചിന്തയെക്കുറിച്ചുള്ള ചിന്ത. ഒരുപാട് തവണ വന്നിട്ടുള്ള ക്വസ്റ്റൻ ആണ് ഇതൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റൻസ് ആണ്. ഇനി വന്നുകൂടായികയൊന്നുമില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും ക്വസ്റ്റൻ ഒക്കെ ടഫ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ടഫ് അല്ല, എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പോൾ ഇതും വരാം. ഓക്കെ, അപ്പോൾ നോക്കിയേ: കൊഗ്നീഷൻ, ഡ്യുവൽ കൊഗ്നീഷൻ, മെഗാ കൊഗ്നീഷൻ, മെറ്റാ കൊഗ്നീഷൻ. അപ്പോൾ ഇതിലേതായിരിക്കും ഈ സെൽഫ് തിങ്കിങ് വൺസ് ഓൺ തിങ്കിങ് അല്ലെങ്കിൽ തിങ്കിങ് അബൌട്ട് വൺസ് ഓൺ തിങ്കിങ് ഏതായിരിക്കും? എന്തായിരിക്കും നമ്മൾ ഇതിനെ വിളിക്കുക അല്ലെ? ഒരാളുടെ സ്വന്തം ചിന്തയെക്കുറിച്ചുള്ള ചിന്തയെ പറയുന്ന പേരാണ്. അറിയാത്തവരുണ്ടെങ്കിൽ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അറിയുന്നവരെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് കിട്ടിയിട്ടുണ്ടാവും. ആൻസർ വരുന്നത് മെറ്റാ കൊഗ്നീഷൻ ആണ്. മെറ്റാ കൊഗ്നീഷൻ എന്ന് വെച്ചാൽ തിങ്കിങ് അബൌട്ട് വൺസ് ഓൺ തിങ്കിങ് അല്ലെങ്കിൽ ഒരാളുടെ സ്വന്തം ചിന്തയെക്കുറിച്ചുള്ള ചിന്ത. നിങ്ങളുടെ ചിന്തയെക്കുറിച്ച് നിങ്ങൾ ഒരു ചിന്ത ഉണ്ടാവില്ലേ? ദാറ്റ് ഈസ് മെറ്റാ കൊഗ്നീഷൻ എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. നെക്സ്റ്റ്: മിയ ടീച്ചർ സയൻസ് പാഠവുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ ക്ലാസ്സിൽ ചർച്ച ചെയ്തു. തുടർന്ന് ചെറു സംഘങ്ങളായി നിർവഹിക്കാൻ ചില പ്രവർത്തനങ്ങൾ നൽകി. ഇവിടെ ടീച്ചർ ഉദ്ദേശിക്കുന്നത് എന്താണെന്നാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ, ഡയറക്റ്റ് അല്ലേ. നോക്കിയേ: മിയ ടീച്ചർ ഡിസ്കസ് ദ കൺസെപ്റ്റ്സ് റിലേറ്റഡ് വിത്ത് ദി സയൻസ് ലെസൺ ഇൻ ദ ക്ലാസ്. Then she gave some activities to the students to undertake in small groups. The purpose of the teacher here is dash. എന്തായിരിക്കും ടീച്ചർ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് ചോദിക്കുന്നത് അല്ലേ. ടീച്ചർ സയൻസുമായി ബന്ധപ്പെട്ട കുറേ ആശയം ക്ലാസ് ചർച്ച ചെയ്ത് കഴിഞ്ഞു. എന്നിട്ട് കുട്ടികൾ എന്ത് ചെയ്തിട്ടുണ്ട്? ചെറിയ ഗ്രൂപ്പുകളാക്കി അല്ലെങ്കിൽ ചെറിയ സംഘങ്ങളൊക്കെ ആയിട്ട് എന്ത് ചെയ്യുന്നു, അതിൽ ചില പ്രവർത്തനങ്ങളൊക്കെ നൽകി. അപ്പോൾ ടീച്ചർ എന്താണ് ഉദ്ദേശിക്കുന്നത്? വളരെ എളുപ്പമുള്ള ക്വസ്റ്റൻ ആണ്. ഓപ്ഷൻ നോക്കിയേ: കുട്ടികളിൽ സാമൂഹ്യ ബന്ധം വളർത്താൻ. ചിലപ്പോൾ അങ്ങനെ ആവാം അല്ലേ. ടു ഇൻക്രീസ് ദ സോഷ്യബിലിറ്റി ഓഫ് ദ സ്റ്റുഡൻസ്. പിന്നെ എന്താണ് നോക്കിയേ: എല്ലാ കുട്ടികളിലും ആശയധാരണ ഉറപ്പാക്കണം. ടു എനേബിൾ ഓൾ സ്റ്റുഡൻസ് ടു അറ്റൈൻ ദി കൺസെപ്റ്റ്സ്. പിന്നെയോ ചെറു സംഘങ്ങളിലെ ചർച്ചയിലൂടെയുള്ള സംശയ നിവാരണം അല്ലെങ്കിൽ those who have doubts can clear them in small groups. ഓക്കെ,
പിന്നെന്താ മുകളിൽ സൂചിപ്പിച്ചവയെല്ലാം അല്ലെങ്കിൽ ഓൾ ദി എബോ എന്നാണ് വരിക അല്ലേ. അപ്പൊ ചില ആളുകൾക്ക് ഈ ഓൾ ദി എബോ കണ്ടാൽ തന്നെ കറുപ്പിക്കാനുള്ള തന്നെ ബബിൾ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉള്ള ആളുകളൊക്കെ ഉണ്ട്. അപ്പൊ അത് ശരിക്കും ശ്രദ്ധിക്കണം. നിങ്ങൾ മനസ്സിലാക്കിയിട്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. വെറുതെ പോയിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, അത് കണ്ടപാട് അതിൽ പോയി ചെയ്യാൻ പാടില്ല. ചിലപ്പോൾ നമ്മൾ തെറ്റിക്കാൻ അങ്ങനെ കൊടുക്കാറുണ്ട്. എന്ന് വെച്ചാൽ അങ്ങനെ ഉള്ളതൊക്കെ അത് ആൻസർ വന്നുകൊടുക്കൊന്നുമില്ല, അതും വരാം. ഇവിടെ നോക്കുക, ടീച്ചറെ ആശയമൊക്കെ പഠിപ്പിച്ചു കഴിഞ്ഞു, എന്നിട്ട് ഗ്രൂപ്പുകളാക്കിയിട്ടാണ് ചെറിയൊരു പ്രവർത്തനം കൊടുക്കുന്നത് അല്ലേ, എല്ലാവരും കൂടി ഒരുമിച്ച് ചെയ്യാൻ. അപ്പൊ അതിന്റെ കാര്യം എന്തായിരിക്കും നോക്കിയേ, കുട്ടികളിൽ സാമൂഹ്യ ബന്ധം വളർത്താൻ. ഗ്രൂപ്പ് ആക്ടിവിറ്റി എന്ന് വെച്ചാൽ ഉറപ്പായിട്ട് എന്താണ്, കുട്ടികളിൽ ആ ഒരു സോഷ്യൽ റിലേഷൻസ് അല്ലേ, ആ സോഷ്യബിലിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻക്രീസ് ചെയ്യാൻ പറ്റും, ആ ഒരു ബന്ധം നമുക്ക് വളർത്താൻ പറ്റും. അതിലൊരു തെറ്റുമില്ല, ഉറപ്പല്ലേ. അപ്പൊ അത് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. നേരെ പോയിട്ട് എയിലേക്ക് പോയിട്ട് ബബിൾ ചെയ്യാൻ പാടില്ല, അത് കറക്റ്റ് ആണ് എന്ന് വെച്ചാൽ മറ്റുള്ള കറക്റ്റ് ആവോ അല്ലെങ്കിൽ ആവില്ലോ നമുക്ക് നോക്കിക്കൂടെ. നെക്സ്റ്റ് നോക്കിയേ, എല്ലാ കുട്ടികളിലും ആശയധാരണ ഉറപ്പാക്കൽ. ടു എനേബിൾ ഓൾ സ്റ്റുഡൻസ് ടു അറ്റൻഡ് ദി കൺസെപ്റ്റ്സ്. ശരിയാണ്, എല്ലാ കുട്ടികളും ആശയധാരണ ഉണ്ടോ എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും അല്ലേ, അത് ശരിയാണ്. എല്ലാവർക്കും ഇനി ഒന്ന് രണ്ടാൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, അത് ക്ലിയർ ചെയ്യാൻ പറ്റും, അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ചർച്ചകളിലൂടെ ക്ലിയർ ചെയ്യാം. പിന്നെ നോക്കിയേ, ചെറു സംഘങ്ങളിലെ ചർച്ചയിലൂടെയുള്ള സംശയ നിവാരണം. അത്രേ ഉള്ളൂ. ഇനി ചില എന്തെങ്കിലും സംശയങ്ങൾ വന്നാൽ അവരെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സംസാരത്തിലൂടെ ചർച്ചയിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, ആ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യാൻ പറ്റും, അതും ശരിയാവാം. അപ്പൊ ഇവിടെ 1, 2, 3 എയും ബിയും സിയും ശരിയാവാം എന്നുള്ള കാര്യം മനസ്സിലായി. സിമ്പിൾ അല്ലേ. അങ്ങനെ മനസ്സിലായി നമുക്ക് ഉറപ്പിക്കാം നമ്മുടെ ആൻസർ ഏതായിരിക്കും. ഒരു ഡൗട്ടും വേണ്ട, ആൻസർ ഓപ്ഷൻ ഡി ആണ്. മുകളിൽ സൂചിപ്പിച്ചവ എല്ലാം എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഓൾ ദി എബോവ് ആണ് വരിക. ഇങ്ങനെ മനസ്സിലാക്കിയിട്ട് വേണം അതിലേക്ക് പോകാൻ, അല്ലെങ്കിൽ നമ്മൾ നേരിട്ട് ഓൾ ദി എബോവിലേക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ തെറ്റാം, ക്വസ്റ്റ്യൻ വരാനുണ്ട് മനസ്സിലാവുക സമയത്ത്. അപ്പൊ ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. 3 നമ്മൾ ചെയ്തു, 3ന്റെ ആൻസർ സെറ്റ് ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, 4th ക്വസ്റ്റ്യൻ. പഠനത്തിലൂടെ നേടിയ ആശയങ്ങളും ധാരണകളും സ്വയം വിമർശനാത്മകമായി പരിശോധിക്കുകയും മാറ്റങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്യുന്ന ഒരു വിലയിരുത്തൽ രീതിയും ഉണ്ട്. ഇത് അറിയപ്പെടുന്ന പേര് എന്താണ്? വിലയിരുത്തലിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ടോപ്പിക് വൈസ് ക്ലാസ്സിലുണ്ട്. അസസ്മെന്റ് ആണ്, ഓപ്ഷൻ കാണുമ്പോൾ മനസ്സിലാവും. ദി ഐഡിയാസ് ആൻഡ് കോൺസെപ്റ്റ്സ് അക്വയർഡ് ത്രൂ ലേണിംഗ് ആർ ക്രിട്ടിക്കലി എക്സാമിൻഡ് ബൈ ദി ലേണർ ആൻഡ് ചേഞ്ചസ് ആർ അക്വയർഡ്. ദിസ് ഈസ് അനദർ ടൈപ്പ് ഓഫ് അസസ്മെന്റ് നോൺ ആസ് ഡാഷ്. ഏത് ടൈപ്പ് അസസ്മെന്റ് ആയിരിക്കും? സ്വയം വിലയിരുത്തൽ അല്ലെങ്കിൽ സെൽഫ് അസസ്മെന്റ്. വിലയിരുത്തൽ തന്നെ പഠനം അല്ലെങ്കിൽ അസസ്മെന്റ് ആസ് ലേണിംഗ്. പഠനത്തെ വിലയിരുത്തൽ, അസസ്മെന്റ് ഓഫ് ലേണിംഗ്. ഓക്കെ, ഇവിടെ ഓഫ് ആണ്, ചെറിയൊരു മിസ്റ്റേക്ക് ആണ്. അസസ്മെന്റ് ഓഫ് ലേണിംഗ് ആണ്. പഠനത്തിനായുള്ള വിലയിരുത്തൽ അല്ലെങ്കിൽ അസസ്മെന്റ് ഫോർ ലേണിംഗ്. അപ്പൊ ഇങ്ങനെ 4 തരത്തിലുള്ള അസസ്മെന്റുകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടെന്ന് നമ്മൾ ടോപ്പിക് വൈസ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ആൻസറിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ നെക്സ്റ്റ് ഇന്ന് പഠിക്കേണ്ട ടോപ്പിക്കാണ് ഈ അസസ്മെന്റ് എന്ന് പറയുന്ന കാര്യം. അത് നമ്മൾ ഇത് ചെറിയൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്, നിർബന്ധമായിട്ട് മനസ്സിലാക്കണം. ഇത് റിപ്പീറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റൻ ആണ്, ഉറപ്പായിട്ടും പഠിക്കണം. അപ്പോൾ മൾട്ടിപ്പിൾ ഇന്റലിജൻസിന്റെ കൂടെ തന്നെ പഠിക്കേണ്ടതാണ് അസസ്മെന്റ് എന്ന് പറയുന്ന കാര്യം. ഓക്കെ, ഇനി ഇവിടെ ഏതാ വരിക? പഠനത്തിലൂടെ നേടിയ ആശയങ്ങളും ധാരണകളും സ്വയം വിമർശനാത്മകമായി പരിശോധിക്കുകയും മാറ്റങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്യുന്ന ഒരു വിലയിരുത്തൽ രീതിയും ഉണ്ട്. ഇത് അറിയപ്പെടുന്ന പേരെന്താണെന്ന്, അതായത് നിങ്ങളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ നിങ്ങളെ പഠനത്തിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുന്നു, കൃത്യമായിട്ടൊന്ന് പരിശോധിക്കുവാണ്, നിങ്ങൾ തന്നെ നിങ്ങളെ ഒന്ന് അസസ് ചെയ്യുവാണ്. ഞാൻ ഇങ്ങനെ പഠിച്ചാൽ മതിയോ, അല്ല ഇനി എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ടോ? അങ്ങനെ നമ്മൾ തന്നെ നമുക്ക് വേണ്ടിയിട്ടുള്ള പരിശോധനകൾ നടത്തുവാണ്. അപ്പൊ നിങ്ങൾക്കൊരു ഉത്തരം കിട്ടും, ഇല്ല കുറച്ചും കൂടി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട് അല്ലെ, കുറച്ചും കൂടി സമയം കണ്ടെത്തി പഠിക്കണം, കുറച്ച് സീരിയസ് ആവണം, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് തോന്നും. ദാറ്റ് ഈസ്, അത് ഏത് തരത്തിലുള്ള അസസ്മെന്റ് ആണെന്നാണ് ചോദിച്ചത്. അപ്പൊ ഏതാണ് വരിക? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് വരിക. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ ബി ആണ്. നോക്കിയേ, വിലയിരുത്തൽ തന്നെ പഠനം എന്നുള്ളതാണ് ആൻസർ കേട്ടോ. വിലയിരുത്തൽ തന്നെ പഠനം അല്ലെങ്കിൽ അസസ്മെന്റ് ആസ് ലേണിംഗ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. വിലയിരുത്തിക്കൊണ്ട് നിങ്ങൾ തന്നെ പഠിക്കുന്നത്, ദാറ്റ് ഈസ് വിലയിരുത്തൽ തന്നെ പഠനം എന്ന് പറയുന്നത് ശരിയാണ്. ഓക്കെ, അത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. പിന്നെ നിങ്ങൾ മറ്റേ സ്വയം വിലയിരുത്തലിലേക്ക് വരാൻ പാടില്ല, അത് പഠനത്തെ അല്ല, പഠനവുമായി ബന്ധപ്പെട്ടതല്ല ഈ സ്വയം വിലയിരുത്തൽ, അത് എല്ലാ കാര്യത്തിലും വരാം. ഇത് വിലയിരുത്തൽ തന്നെ പഠനം. ഓക്കെ, അസസ്മെന്റ് ആസ് ലേണിംഗ് എന്നുള്ളതാണ് കേട്ടോ. ഇത് ഒരു തവണ ക്വസ്റ്റ്യൻ വന്നിട്ട് ഓപ്ഷൻ തെറ്റിച്ചിട്ടുണ്ടായിരുന്നു, പഠനം തന്നെ വിലയിരുത്തൽ എന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. പഠനം തന്നെ വിലയിരുത്തൽ എന്ന് പറഞ്ഞാൽ തെറ്റാണ്, അപ്പൊ ആ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതായത് ലേണിംഗ് ആസ് അസസ്മെന്റ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ വിലയിരുത്തൽ തന്നെ പഠനം അല്ലെങ്കിൽ അസസ്മെന്റ് ആസ് ലേണിംഗ് എന്നാണ് വരിക. കിട്ടിയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, വികാസത്തെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ഡെവലപ്മെന്റ് ആണ്. ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് നമുക്കൊരു ടോപ്പിക് ഉണ്ട്, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ട്രൂ വിത്ത് റിഗാർഡ് ടു ഡെവലപ്മെന്റ്? നോക്കാം, സിമ്പിൾ ആൻഡ് ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്. നോക്കിയേ, വികാസം പരിപക്വനത്തെയും പഠനത്തെയും ആശ്രയിച്ചിരിക്കുന്നു. ഓർ ഡെവലപ്മെന്റ് ഈസ് ബേസ്ഡ് ഓൺ മെച്ചുറേഷൻ ആൻഡ് ലേണിംഗ്. നെക്സ്റ്റ്, വികാസം വളർച്ചയിലൂടെ മാത്രമേ സാധ്യമാവുകയുള്ളൂ. ഡെവലപ്മെന്റ് ഈസ് പോസിബിൾ ഓൺലി ത്രൂ ഗ്രോത്ത്. നെക്സ്റ്റ്, വികാസം ഗുണാത്മകമാണ്. ഓർ ഡെവലപ്മെന്റ് ഈസ് ക്വാളിറ്റേറ്റീവ്. ആൻഡ് ഓപ്ഷൻ ഡി, വികാസ ഘട്ടങ്ങൾ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. ഡെവലപ്മെന്റൽ ഫാക്ടേഴ്സ് ആർ ഇന്റർ റിലേറ്റഡ്. ഇതിൽ നമുക്ക് ഏതാ പറയാൻ പറ്റുക? വികാസത്തെ സംബന്ധിച്ച് ശരിയല്ലാത്തതാണ്. ശരിക്കും ശ്രദ്ധിക്കണേ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കറക്റ്റ് നോക്കണം, ശരി അല്ലാത്തത് എന്നാണ്. നമ്മളെടുത്ത് ഇത് ശ്രദ്ധിക്കാതെ അറിയാതെ എന്ത് ചെയ്യും, ശരിയായത് എന്നുള്ള ധാരണയിൽ വായിക്കും. ഫസ്റ്റ് കാണുമ്പോൾ തന്നെ ഇത് കറക്റ്റ് ആണല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ എന്ത് ചെയ്യും, നേരെ പോയിട്ട് അതിൽ പോയി ബബിൾ ചെയ്യും. അപ്പൊ ശ്രദ്ധിക്കണം, ഇത് ശരിയല്ലാതെ നെഗറ്റീവ് ആണ്. അപ്പൊ നിങ്ങൾ എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ ആൻസർ വായിക്കുമ്പോൾ ഈ നോട്ട് ട്രൂ അല്ലെങ്കിൽ അല്ലാത്തതെന്നൊക്കെ കണ്ട അതിന് അടിയിൽ ഒരു വര ഇട്ട് കൊടുക്കണം, അണ്ടർലൈൻ ചെയ്യണം. അപ്പൊ നിങ്ങൾക്ക് അത് ശരിക്കും ഫോക്കസ് ചെയ്യും, അല്ലെങ്കിൽ ആൻസർ മാറിപ്പോകും.
അങ്ങനെയാണ് നിങ്ങൾ എക്സാം കഴിഞ്ഞിട്ട് വന്നിട്ട് പറയുക അയ്യോ ഞാൻ ചെയ്തൊക്കെ മാറിപ്പോയി എന്നൊക്കെ പറയുക. ശരിക്കും ശ്രദ്ധിച്ചോ. അപ്പോൾ വികാസം പരിപക്വതയെയും പഠനത്തെയും ആശ്രയിച്ചിരിക്കുന്നു. അത് ശരിയല്ലേ? ഡെവലപ്മെന്റ് ഈസ് ബേസ്ഡ് ഓൺ മെച്ചുറേഷൻ ആൻഡ് ലേണിംഗ് അല്ലെ? മെച്ചുറേഷനെയും ലേണിങ്ങിനൊക്കെ ആശ്രയിച്ചിരിക്കുന്ന സാധനം ഡെവലപ്മെന്റ്. അത് ശരിയാണ് അല്ലെ? അത് ശരിയാണ്. നമുക്കതല്ല, നമുക്ക് ശരിയല്ലാത്തതാ വേണ്ടത്. അപ്പൊ ഇത് ശരിയാണ്. അടുത്തത്, വികാസം വളർച്ചയിലൂടെ മാത്രമേ സാധ്യമാകുകയുള്ളൂ. ഡെവലപ്മെന്റ് ഈസ് പോസിബിൾ ഓൺലി ത്രൂ ഗ്രോത്ത്. ശരിയാണല്ലോ അല്ലെ? വികാസം എന്ന് പറഞ്ഞ ഡെവലപ്മെന്റ് വെച്ചാൽ വളർച്ചയിലൂടെ മാത്രമല്ലേ നമുക്ക് സാധ്യമാകൂ. അങ്ങനെയുണ്ടോ? വളർച്ച വേണമെന്നുണ്ടോ? വളർച്ചയും വികാസവും തമ്മിൽ ബന്ധമുണ്ടോ? ബന്ധമുണ്ടാവും. പക്ഷെ എന്താണ് വികാസം എന്ന് പറയുന്ന സാധനം, ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് എന്തല്ല, വളർച്ച ഉണ്ടെങ്കിൽ മാത്രമേ ഡെവലപ്മെന്റ് സാധ്യമാകൂ എന്നൊന്നുമില്ല. ഡെവലപ്മെന്റിന് അങ്ങനെയൊന്നുമില്ല. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യില്ല, വളർച്ചയിലൂടെ മാത്രമേ സാധ്യമാകൂ എന്ന് പറയുന്നത് എന്തല്ല, ശരിയല്ല, അത് തെറ്റാണ്. ഓക്കെ, വികാസം അല്ലാതെയും സാധ്യമാകുന്നുണ്ട്. വികാസം ജനനം മുതൽ മരണം വരെയും സാധ്യമാകുന്നുണ്ട്. വളർച്ച എന്ന് വെച്ചാൽ ഗ്രോത്ത് നിങ്ങൾക്കറിയാം, ഒരു സർട്ടൻ ടൈം പീരീഡ് ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് ഗ്രോത്ത് സംഭവിക്കുന്നില്ല. അതിനുശേഷം വികാസം സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ പറഞ്ഞ ഡെവലപ്മെന്റ് ഈസ് ടേക്സ് പ്ലേസ് ഫ്രം വൂംബ് ടു ടോംബ് എന്നൊക്കെ വെച്ച് നിങ്ങൾ പോയിന്റ് പഠിച്ചിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ അത് വെച്ച് നിങ്ങൾ അവസാനം നിങ്ങളെ മരണത്തിലേക്ക് അടുത്ത മരണം വരെയും നിങ്ങളുടെ ഡെവലപ്മെന്റ് നടക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അതൊരിക്കലും വളർച്ചയായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഇതാണ് തെറ്റ്. ബാക്കിയൊക്കെ ശരിയാണ് കേട്ടോ, ക്വാളിറ്റേറ്റീവ് ആണ്, അതുപോലെ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മുടെ ആൻസർ ശരിയല്ലാത്തതെന്ന് ചോദിച്ചുകൊണ്ട് ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസർ കിട്ടി. 6th ക്വസ്റ്റ്യനിലേക്ക് പോകും. സവിശേഷ ബുദ്ധിവൈഭവം പ്രകടിപ്പിക്കുന്ന കുട്ടികൾക്കായി അധ്യാപകൻ ഏത് തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് അധികമായി നൽകേണ്ടത്? Which type of additional activities need to be provided by the teacher to the gifted children? നിങ്ങളൊരു ടീച്ചറാണ്, നിങ്ങളുടെ ക്ലാസ്സിലാണ് ഇത്തരത്തിലൊരു കുട്ടിയുള്ളതെന്ന് വിചാരിക്കുക. ഗിഫ്റ്റഡ് ആയിട്ടുള്ള കുട്ടിയാണ്, എന്ത് കൊടുത്താലും പെട്ടെന്ന് അവൻ ചെയ്യുന്നു. അപ്പൊ നിങ്ങൾ എന്താ വിചാരിക്കുക, ശല്യം ഭ്രാന്തി എത്ര പെട്ടെന്ന് ചെയ്യുന്നത് നമുക്കൊന്നും പറയാൻ സമയം തരുന്നില്ല അല്ലെ? അങ്ങനെ വിചാരിച്ച് നിൽക്കാൻ പാടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, അത്തരത്തിലുള്ള കുട്ടികൾ എന്ന് വെച്ചാൽ ഗിഫ്റ്റഡ് ആണെന്നുള്ള കാര്യം നമുക്കറിയാം, നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. കാരണം നമ്മൾ പഠിച്ചു കേട്ടില്ലേ, നമുക്കറിയാലോ, കണ്ടാൽ തന്നെ മനസ്സിലാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അത്തരത്തിലുള്ള കുട്ടികൾക്ക് നമ്മൾ അഡീഷണൽ എന്തൊക്കെ ചെയ്യേണ്ടി വരും. അത് ഈ പറഞ്ഞതിൽ ഏത് ചെയ്യണം എന്നാണ് ചോദിച്ചത്. ഓപ്ഷൻ നോക്കിയേ. എളുപ്പമുള്ള പ്രവർത്തനങ്ങൾ കൊടുക്കണം, സിമ്പിൾ ആക്ടിവിറ്റീസ് ആ കുട്ടിക്ക് കൊടുക്കണം. കാര്യമുണ്ടോ? നമുക്ക് ടഫായി തോന്നുന്ന പോലെ ആ കുട്ടി സിമ്പിൾ ആയിട്ട് ചെയ്യും. പിന്നെ അവന് സിമ്പിൾ ആയിട്ട് കൊടുത്തിട്ട് കാര്യമില്ലല്ലോ, ഒരിക്കലുമില്ല. നെക്സ്റ്റ്, പ്രയാസമുള്ള പ്രവർത്തനങ്ങൾ കൊടുക്കണം, ഡിഫിക്കൽട്ട് ആക്ടിവിറ്റീസ് കൊടുക്കണം. പ്രയാസമുള്ളത് കൊടുത്താൽ ചിലപ്പോൾ ശരിയാവാം, നോക്കാം. നെക്സ്റ്റ്, കൂടുതൽ മികവാർന്ന വെല്ലുവിളി ഉയർത്തുന്ന പ്രവർത്തനങ്ങൾ കൊടുക്കണം, എൻറിച്ച്ഡ് ആൻഡ് ചലഞ്ചഡ് ആക്ടിവിറ്റീസ്. അപ്പൊ എൻറിച്ച്മെന്റ് പ്രോഗ്രാം എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, അതൊക്കെ ഗിഫ്റ്റഡിന് വേണ്ടി നമ്മൾ ഡിസൈൻ ചെയ്യുന്നതാണ് അല്ലേ? അപ്പോൾ കൂടുതൽ മികവാർന്ന വെല്ലുവിളി ഉയർത്തുന്ന പ്രവർത്തനങ്ങൾ അത്തരത്തിലുള്ള കുട്ടികൾക്ക് കൊടുക്കണം എന്നാണ് പറയുന്നത്. നോക്കാം. പിന്നെ മുകളിൽ സൂചിപ്പിച്ചവയെല്ലാം ഓൾ ദി അബവ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, ഓൾ ദി അബവ് കണ്ടാൽ ഒരുപാട് ആളുകൾക്ക് നേരെ പോയിട്ട് അത് ബബിൾ ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതലാണ്. അങ്ങനെ ചെയ്യുമ്പോൾ ഇവിടെ ഇപ്പോൾ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്, എളുപ്പമുള്ള പ്രവർത്തനങ്ങളും പ്രയാസമുള്ള പ്രവർത്തനങ്ങൾ രണ്ടും രണ്ട് ഓപ്ഷനാണ്. അപ്പൊ പിന്നെ അത് രണ്ടും ഓൾ ദി അബവ് നമുക്ക് പറയാൻ പറ്റില്ല. എളുപ്പമുള്ള പ്രവർത്തനങ്ങൾ കൊടുത്തിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല എന്നുള്ള മനസ്സിലാക്കുക. അപ്പൊ നമ്മൾ ഗിഫ്റ്റഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് കൊടുക്കേണ്ടത് കൂടുതൽ മികവാർന്ന വെല്ലുവിളി ഉയർത്തുന്ന പ്രവർത്തനങ്ങളാണ്. മനസ്സിലായില്ലേ? അതായത് എൻറിച്ച്ഡ് ആൻഡ് ചലഞ്ചഡ് ആക്ടിവിറ്റീസ് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഗിഫ്റ്റഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് കൊടുക്കേണ്ടത് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. സിമ്പിൾ ആണെന്ന് വിചാരിക്കുന്നു. അടുത്തതിലേക്ക് പോകുമെന്ന് വിചാരിക്കുന്നു. 7th ക്വസ്റ്റ്യൻ. ജ്യോതിഷിന് ഗണിത പരീക്ഷയിലെ കൂടുതൽ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ കഴിഞ്ഞില്ല. ചോദ്യങ്ങൾ ഭൂരിഭാഗവും സിലബസിന് പുറത്തുള്ളതായിരുന്നു എന്നാണ് അവന്റെ അഭിപ്രായം. ഇവിടെ ഏത് സമായോജന ക്രിയാതന്ത്രമാണ് ജ്യോതിഷ് പ്രയോഗിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഉപയോഗിച്ചിരിക്കുന്നത്? സമായോജന തന്ത്രം, ഡിഫൻസ് മെക്കാനിസം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ജ്യോതിഷ് വാസ് unable to answer most of the questions in the maths examination. He was of the opinion that the questions, most of them were out of syllabus. Which defense mechanism is used by Jyotish here? എനിക്ക് തോന്നുന്നു നിങ്ങളിലും കുറച്ച് പേര് ഈ ഒരു ഡിഫൻസ് മെക്കാനിസം യൂസ് ചെയ്യുന്നവരുണ്ട്. അതായത് മാത്സ് ഭയങ്കര പ്രശ്നമാണ്, എന്നെ കൊണ്ട് പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കമന്റ് കാണാറുണ്ട്. ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. കാരണം നിങ്ങൾ ടീച്ചേഴ്സ് ആണ്. അപ്പോൾ ടീച്ചർ ആവേണ്ടവരാണ് ഇത് ക്വാളിഫൈ ചെയ്താൽ. അപ്പോൾ നിങ്ങൾ എന്തായാലും സ്കൂളിൽ പോയി കഴിഞ്ഞാൽ മാത്സ് നിർബന്ധമായും പഠിപ്പിക്കേണ്ടി വരും. കാരണം LP UP ലെവലൊക്കെ മാത്സ് എല്ലാം പഠിപ്പിക്കേണ്ടി വരും. അങ്ങനെ പഠിപ്പിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, നമുക്ക് അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ അറിയാൻ ശ്രമിച്ചേ പറ്റൂ. അപ്പോൾ ഇപ്പോഴേ നമ്മൾ വർക്കൗട്ട് ചെയ്യണം. നമുക്ക് പഠിക്കാനായിട്ട് പഠിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഒന്നും കിട്ടാതിരിക്കുക. കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ചു നോക്കിയേ വേഗം കിട്ടും. അപ്പോൾ ഇത്തരത്തിലുള്ള ഡിഫൻസ് മെക്കാനിസത്തിൽ ഇപ്പം നമ്മൾ നിൽക്കാൻ പാടില്ല. നമ്മൾ എന്ത് ചെയ്യുക, ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ പറഞ്ഞത് ജ്യോതിഷിന് കഴിഞ്ഞ പരീക്ഷ ഒന്നും കിട്ടിയില്ല, അവരൊന്നും എഴുതാൻ കഴിഞ്ഞില്ല. പഠിച്ചാലല്ലേ കിട്ടൂ. അവൻ കാര്യമായിട്ട് അതിന് വേണ്ടി വർക്ക് ചെയ്തിട്ടില്ല. അത്യാവശ്യം നിങ്ങൾ ചെയ്ത് കാട്ടിക്കൂട്ടി പോയി, ഒന്നും കിട്ടിയിട്ടില്ല. അപ്പൊ അവന്റെ അഭിപ്രായം എന്താ, ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. അവന്റെ അഭിപ്രായം എന്തായിരുന്നു? ഭൂരിഭാഗം ചോദ്യങ്ങളിൽ ഭൂരിഭാഗവും സിലബസിന് പുറത്തുള്ളതായിരുന്നു എന്നാണ് അവന്റെ അഭിപ്രായം എന്നാണ് പറഞ്ഞത്. അതന്നെ അവന്റെ തട്ടിപ്പാണ് അല്ലെ? അത് ആണോ അല്ലോ എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ ഒറ്റയടിക്ക് അവനെ അങ്ങ് പറയുവാണ് എല്ലാം സിലബസിന് പുറത്തായിരുന്നു. ഇവിടെ ഏത് സമായോജന ക്രിയാതന്ത്രമാണ് ജ്യോതിഷ് ഉപയോഗിച്ചത്? അപ്പൊ തന്ത്രം തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചതെന്നല്ലേ ഈ ക്വസ്റ്റ്യൻ മനസ്സിലായി. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും അതേ ക്വസ്റ്റ്യൻസ് സിലബസിന് പുറത്ത് വന്നുകൂടെ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും. അങ്ങനെയല്ല, ഇവിടെ സമായോജന ക്രിയാതന്ത്രം അവൻ ഉപയോഗിച്ചിട്ടുണ്ട്. എന്ത് തട്ടിപ്പ് അവൻ പറഞ്ഞൊക്കെ തട്ടിപ്പാണെന്ന് അതിലൂടെ മനസ്സിലാക്കാം. അപ്പൊ അവൻ ഉപയോഗിച്ച ഈ ഡിഫൻസ് മെക്കാനിസം ഏതാണെന്നാണ് ചോദിച്ചത്. ഓപ്ഷൻ നോക്കിയേ. അനുപൂരണം ഓർ കോമ്പൻസേഷൻ, ദമനം റിപ്രഷൻ, യുക്തീകരണം റാഷണലൈസേഷൻ, ആൻഡ് ഓപ്ഷൻ ഡി ഉദാത്തീകരണം സബ്ലിമേഷൻ. പറഞ്ഞ നാലെണ്ണത്തിൽ ഏതാ വരുക?
അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ചിലപ്പോൾ ഡൗട്ട് വരും, ഈ ഒരു ഇവിടെ ആൻസർ ആയിട്ട് വരുന്ന ആൻസർ പറയാം, എന്നിട്ട് പറഞ്ഞുതരാം. ഇവിടെ ആൻസർ ആയിട്ട് നമുക്ക് വരുന്നത് റാഷണലൈസേഷൻ ആണ്, യുക്തീകരണം എന്നുള്ളതാണ്. നമ്മൾ ഒരു കാര്യം ചെയ്തിട്ട് അത് വേണ്ട രീതിയിൽ നമ്മളൊന്നും അതിനു വേണ്ടി ചെയ്തിട്ടില്ല, എന്നിട്ട് നമ്മൾ തന്നെ എന്ത് ചെയ്യുന്നു, പറഞ്ഞ മറ്റൊരു കാരണത്തിലൂടെ പറഞ്ഞതിന് യുക്തീകരിക്കുവാണ്. നമ്മൾ പറഞ്ഞാണ് ശരിയെന്ന് നമ്മൾ പറയുവാണ്. മനസ്സിലായില്ലേ? അപ്പൊ ഇവിടെ നോക്കിയാൽ അവൻ ഒന്നും പഠിച്ചിട്ടില്ല, അവന്റെ പ്രശ്നമാണ്, എന്നിട്ട് അവൻ പറയാണ് ക്വസ്റ്റ്യൻ പേപ്പറിലും ക്വസ്റ്റ്യൻ വന്ന് നോക്കുക അതിന്റെ പുറത്തുനിന്നാണ്, അങ്ങനെയൊക്കെ പറഞ്ഞ് അവനെങ്ങനെ അതിനെ തന്നെ അവൻ എന്ത് ചെയ്യുന്നു, അവനെ തന്നെ യുക്തീകരിക്കുവാണ്. ശരി, അവൻ പറഞ്ഞാണ് ശരി എന്നുള്ളത് വരുത്തി തീർക്കുവാണ്. അതാണ് റാഷണലൈസേഷൻ എന്ന് പറയുന്ന പിന്നെ നമ്മുടെ ഡിഫൻസ് മെക്കാനിസം. എന്നാൽ ഇതേ സമയത്ത് നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങൾ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സാധനം പഠിച്ചിട്ടുണ്ട്. പ്രൊജക്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഡിഫൻസ് മെക്കാനിസം നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഈ പ്രൊജക്ഷൻ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നറിയോ, നമുക്ക് ഇങ്ങനെ പഠിച്ചിട്ടില്ല. അപ്പൊ ഈ ഒരു സാധനം ഒരു വ്യക്തിയിലേക്ക് നമ്മൾ കേന്ദ്രീകരിക്കുകയാണ്. അതിന്റെ കാരണം അതായത് ആ ടീച്ചർ എന്ന് പറയുന്ന സാധനം നമ്മളൊന്നും പഠിപ്പിച്ചിട്ടില്ല, എന്നൊന്നും പഠിപ്പിച്ചിട്ടില്ല. കാരണം ഞാൻ പഠിക്കാതെയാണ്, ഇതിൽ പറഞ്ഞ പോലെ പഠിക്കാതെ പോയി എനിക്കൊന്നും കിട്ടിയിട്ടില്ല. പക്ഷെ ഞാൻ പറയുകയാണ് ടീച്ചർ ഒന്നും പഠിപ്പിച്ചിട്ടില്ല, അതുകൊണ്ടൊന്നും കിട്ടിയിട്ടില്ല. അപ്പൊ ടീച്ചർ തലയിലേക്ക് ഇടുവാണ്, പ്രൊജക്ട് ചെയ്യുവാണ്, ഒരാളിലേക്ക്, ഒരു ഒബ്ജക്റ്റിലേക്ക് പ്രൊജക്ട് ചെയ്യുവാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ പ്രൊജക്ഷൻ എന്ന് പറയും. അല്ലാതെ നമ്മൾ മറ്റെന്തെങ്കിലും കാരണങ്ങളായിട്ടാണ് അതിനെ യുക്തീകരിക്കുകയാണ് ചെയ്യുന്നതെങ്കിൽ അതിനാണ് നമ്മൾ എന്ത് പറയുക, യുക്തീകരണം എന്ന് പറയുക. ഓക്കെ, ആ ഡിഫറൻസ് മനസ്സിലാക്കുക. കാരണം ഈ പ്രൊജക്ഷനും യുക്തീകരണം എപ്പോഴും റാഷണലൈസേഷനും അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകൾക്ക് മാറാറുണ്ട്, അത് ശ്രദ്ധിക്കുക. അടുത്ത ക്വസ്റ്റിലേക്ക് വരാം. ഈ ഒരു എക്സാമിന് വന്ന ക്വസ്റ്റൻ എല്ലാം ഉണ്ടല്ലോ, കുറച്ച് ലെങ്തി ആണ് ക്വസ്റ്റ്യൻസ്. അപ്പൊ നിങ്ങൾ ഇത് കാണുമ്പോൾ ചില ആളുകൾക്ക് കൺഫ്യൂഷൻ വരും, ഇത് ഭയങ്കര ആണല്ലോ. അപ്പൊ ഒന്നുമില്ല, വായിക്കാൻ പെട്ടെന്ന് മനസ്സിലാവും. നോക്കാം. 10 വയസ്സുകാരനായ സഞ്ജുവിന് ക്രിക്കറ്റ് ഒരു ഹരമാണ്. അവൻ നല്ല ഒരു ബാറ്ററും സ്പിൻ ബൗളറുമാണ്. ക്രിക്കറ്റിന്റെ ബാലപാഠങ്ങൾ അവൻ സ്വയം പഠിക്കുകയും മുതിർന്ന കളിക്കാരുമായി കളിക്കാൻ ആരംഭിക്കുകയും ചെയ്തു. ഇന്ന് അവൻ കേരള സ്റ്റേറ്റ് ജൂനിയർ ക്രിക്കറ്റ് ടീം കളിക്കാരനാണ്. ഇത് അവന്റെ സ്കൂളിന് അഭിമാനിക്കാവുന്ന കാര്യവുമാണ്. സ്കൂളിലെ ഏത് രേഖയിലാണ് സഞ്ജുവിന്റെ പേര് രേഖപ്പെടുത്തി സൂക്ഷിക്കേണ്ടതെന്നാണ് ചോദിച്ചത്. Sanju, a 10-year-old student is fond of cricket. He is a good batter and a spin bowler. He studied the fundamentals of cricket by himself and started playing with the senior players. Now he is in the Kerala State Junior Cricket team. It's a great moment for his school. The name of Sanju may be noted in dash. ഏത് റെക്കോർഡിലാണ് അവന്റെ പുസ്തകം എഴുതേണ്ട, അവന്റെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കൊടുക്കേണ്ടതാണ് ചോദിച്ചത് അല്ലേ? അവിടെ 10 വയസ്സുള്ള കുട്ടിയാണ്, അവൻ പഠിക്കുന്നു, അവന് ക്രിക്കറ്റ് ഭയങ്കര ഇഷ്ടമാണ്, ബാറ്റ് ചെയ്യാനും ബോളർ ചെയ്യാനൊക്കെ ഇഷ്ടമാണ്. അവൻ അവിടുത്തെ സീനിയർ കളിക്കാരുമായിട്ടൊക്കെ കളിച്ചിട്ടാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. എല്ലാ ബാലപാഠങ്ങളും അവൻ സ്വന്തമായിട്ട് പഠിച്ചെടുത്തുവാണ്. അങ്ങനെ പിന്നീട് അവന്റെ കഴിവ് കൊണ്ട് അവൻ എന്ത് ചെയ്തിട്ടുണ്ട്, കേരള സ്റ്റേറ്റ് ജൂനിയർ ക്രിക്കറ്റ് ടീമിൽ സെലക്ഷൻ വരെ കിട്ടി എന്നാണ് പറഞ്ഞത്. അപ്പൊ അവനെ കുറിച്ച് അവന്റെ സ്കൂളിൽ അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് ഇത് അല്ലേ? അത്രയും നല്ലൊരു കാര്യമാണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൻ സ്കൂളിലെ ഏത് രേഖയിലാണ് അവന്റെ പേര് രേഖപ്പെടുത്തി വെക്കേണ്ടത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സഞ്ചിത രേഖ അല്ലെങ്കിൽ ക്യുമുലേറ്റീവ് റെക്കോർഡ്, ഉപാഖ്യാന രേഖ അനക്ഡോട്ടൽ റെക്കോർഡ്, പോർട്ട്ഫോളിയോ, അതുപോലെ ലോഗ് ബുക്ക്. ഈ പറഞ്ഞ 4 എണ്ണത്തിൽ ഏതിനാണ് അവന്റെ പേര്, സഞ്ജുവിന്റെ പേര് ഉൾപ്പെടുത്തേണ്ടതെന്നാണ് ചോദിച്ചത് അല്ലേ? അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, അവന്റെ മൊത്തം ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ അവർ എന്ത് ചെയ്തിട്ടുണ്ട്, റെക്കോർഡിക്കൽ ചെയ്തു വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അവിടെ ഉപയോഗിക്കുന്ന റെക്കോർഡാണ് ക്യുമുലേറ്റീവ് റെക്കോർഡിലാണ് ഉപയോഗിക്കുക. സഞ്ചിത രേഖ അല്ലെങ്കിൽ ക്യുമുലേറ്റീവ് റെക്കോർഡ് എന്നതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കേട്ടോ, ക്യുമുലേറ്റീവ് റെക്കോർഡ്. ഓക്കെ, ഈ റെക്കോർഡ്സിനെ കുറിച്ച് നമ്മൾ പ്ലേ ലിസ്റ്റ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്ലാസ് കിട്ടും. അതും പറ്റുമെങ്കിൽ ഇന്ന് തന്നെ എന്ത് ചെയ്യുക, പഠിക്കുക. ഇത്തരത്തിലുള്ള ക്യുമുലേറ്റീവ് അതുപോലെ അനക്ഡോട്ടൽ റെക്കോർഡും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, ഇന്ന് തന്നെ പറ്റുമെങ്കിൽ ഒന്ന് കവർ ചെയ്യുക. അടുത്തത്, ചിന്തയും അതിന്റെ ഉൽപ്പന്നമായ അറിവും സ്വയം ഉണ്ടാകുന്നതല്ല, കുട്ടി ഉൾപ്പെടുന്ന സമൂഹത്തിന്റെ സംസ്കാരത്തിൽ നിന്നും പ്രവർത്തനത്തിൽ നിന്നും രൂപപ്പെടുന്നതാണ് എന്ന് സൂചിപ്പിക്കുന്ന വൈഗോസ്കിയൻ സമീപനത്തെ പറയുന്ന പേര് എന്താണെന്നാണ് ചോദിച്ചത്. വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. തോട്ട് ആൻഡ് ഇറ്റ്സ് ബൈ പ്രൊഡക്റ്റ് നോളജ് ആർ നോട്ട് സെൽഫ് ഡെവലപ്ഡ്. They are formed through the culture and various activities of the society in which the child belongs to. This Vygotsky approach is called dash. ഇവിടെ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കുക എന്താണെന്ന് അറിയോ, ഈ ചിന്തയും അതിന്റെ ഉൽപ്പന്നമായ അറിവും സ്വയം ഉണ്ടാകുന്നതല്ല. അതൊക്കെ എവിടുന്നാണ് ഉണ്ടാകുന്നത്, കുട്ടി ഉൾപ്പെടുന്ന സമൂഹത്തിന്റെ സംസ്കാരത്തിൽ നിന്നും പ്രവർത്തനത്തിൽ നിന്നും രൂപപ്പെടുന്നതാണ് എന്നാണ് പറഞ്ഞത്. അത് നിങ്ങൾക്ക് അറിയാലോ, വൈഗോസ്കിയെ ബന്ധപ്പെട്ട് സമൂഹം സംസ്കാരം എന്നൊക്കെ പറയുമ്പോൾ അവിടെ തന്നെ ആൻസർ ഉണ്ട്. ഓപ്ഷൻ നോക്കിയേ, വ്യവഹാര സമീപനം ബിഹേവിയറിസ്റ്റിക് അപ്രോച്ച്, സാമൂഹിക ജ്ഞാന നിർമ്മിതി സമീപനം സോഷ്യൽ കൺസ്ട്രക്റ്റിവിസ്റ്റ് അപ്രോച്ച്, ദെൻ മാനവികത സമീപനം ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച്, ആൻഡ് ഓപ്ഷൻ ഡി പാരിസ്ഥിതിക സമീപനം എൻവയോൺമെന്റൽ അപ്രോച്ച്. ഏതിലാ വരുക, വളരെ സിമ്പിൾ അല്ലേ? ഏതിലാ വരുക, നമ്മുടെ വൈഗോസ്കി എന്ന് കേൾക്കുമ്പോൾ തന്നെ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം ആണെന്ന് നിങ്ങൾക്ക് എല്ലാവരും അറിയാം അല്ലെങ്കിൽ അറിഞ്ഞിരിക്കണം. അപ്പൊ ആൻസർ ആയിട്ട് വരുന്നത് എന്താണ്, സാമൂഹ്യ ജ്ഞാന നിർമ്മിതി വാദമാണ് കേട്ടോ, സാമൂഹ്യ ജ്ഞാന നിർമ്മിതി സമീപനമാണ് അല്ലെങ്കിൽ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസ്റ്റ് അപ്രോച്ച് ആണെന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏതുതരം ചോദ്യങ്ങളാണ് ഒരു വ്യക്തിയുടെ ഭാഷാ സ്വാധീനത്തെയും വായനയുടെ ആഴത്തെയും ആശയാവതരണത്തെയും അളക്കാൻ സഹായിക്കുന്നത്? Which type of question is used to measure the language capability, depth of reading and systematic presentation of ideas of a learner?
ഒരു ലേണറിന്റെ ഭാഷയിലുള്ള സ്വാധീനത്തെ കൃത്യമായിട്ട് മൊത്തത്തിൽ ഇവിടെ ഇത് മനസ്സിലാക്കി തന്നെ മനസ്സിലാക്കി എത്താം. ഏത് തരം ചോദ്യങ്ങളാണ് ഒരു വ്യക്തിയുടെ ഭാഷാ സ്വാധീനത്തെയും വായനയുടെ ആഴത്തെയും ആശയാവതരണത്തെയും അളക്കാൻ സഹായിക്കുന്നതെന്നാണ് ചോദിച്ചത്. അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് വേണ്ടതാണ് അല്ലെ. ഭാഷയുടെ സ്വാധീനം വേണം, വായനയുടെ ആഴത്തെ കുറിച്ചൊക്കെ അറിയണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, എന്തിനെയും കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ പറയാനോ എഴുതാനോ പറ്റണം. പിന്നെ ആശയ അവതരണം കൂടിയുണ്ട്. എല്ലാം കൂടി ഉൾപ്പെടുമ്പോൾ എന്താണ്, നേരെ പറ്റി ഹ്രസ്വോത്തര ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ, ദീർഘോത്തര ചോദ്യങ്ങൾ എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ, പിന്നെ ബഹുവികല്പ മാതൃകാ ചോദ്യങ്ങൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ, അതുപോലെ തന്നെ വസ്തുനിഷ്ഠ ചോദ്യങ്ങൾ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്. ക്ലിയർ? ഇതിലേതായിരിക്കും വരിക? ഒരു തരത്തിലുള്ള ഡൗട്ടും വേണ്ട, ഡീറ്റെയിൽ ആയിട്ടാണ് വേണ്ടത്. അപ്പോൾ ദീർഘോത്തര ചോദ്യങ്ങൾ അഥവാ നമ്മൾ ഈ പറഞ്ഞ ഓപ്ഷൻ ബി ആയിട്ടുള്ള എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ആൻസർ കേട്ടോ. എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ എന്നുള്ളതാണ് ആൻസർ. അങ്ങനെ നമ്മൾ പോകുന്നു 11ാമത്തെ ക്വസ്റ്റ്യനിലേക്കാണ് വരുന്നത്. കുറച്ച് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു കുറച്ചധികം ഉണ്ട് വായിക്കാൻ. നോക്കാം. ടെലിവിഷനിൽ കണ്ട മാതൃക നോക്കി ഗേളി എന്ന് വെച്ചൊരു പേരാണ്, ഒരു കുട്ടിയുടെ പേരാണ് ഗേളി. ഓക്കെ. ടെലിവിഷനിൽ കണ്ട മാതൃക നോക്കി ഗേളി ഘട്ടം ഘട്ടമായ പ്രവർത്തനങ്ങളിലൂടെ പേപ്പർ ബോട്ട് ഉണ്ടാക്കുകയാണ്. ഓർത്ത് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി അവൾ ഘട്ടങ്ങൾ നോട്ട് ബുക്കിൽ കുറിച്ചു വെച്ചു. അങ്ങനെ ഘട്ടങ്ങളെ ഓർമ്മയിൽ നിലനിർത്താൻ കഴിഞ്ഞു. തുടർന്ന് ഒരു പേപ്പർ ബോട്ട് കൂട്ടുകാരുടെ മുന്നിൽ നിർമ്മിച്ചു കാണിച്ചു. കൂട്ടുകാർ അവളെ പ്രശംസകൾ കൊണ്ട് പൊതിഞ്ഞു. ആരുടെ നിരീക്ഷണ പഠന സിദ്ധാന്തമാണ് ഇവിടെ പ്രയോഗിക്കപ്പെട്ടത്? ഒന്നും അറിയില്ലെങ്കിലും ഈ നിരീക്ഷണ പഠനം എന്ന് കേൾക്കുമ്പോൾ തന്നെ ആൻസറിലേക്ക് എത്താൻ പറ്റും. അത്രയും ഡയറക്റ്റ് ആണ് ഈ ക്വസ്റ്റ്യൻ. വലുത് ഉണ്ടെന്നേ ഉള്ളൂ. ഗേൾ ഈസ് മേക്കിംഗ് എ പേപ്പർ ബോട്ട് വിത്ത് ദി ഹെൽപ്പ് ഓഫ് എ TV program following various steps. She also wrote the various steps in her notebook. Thus, she was able to keep the steps in memory. Then she demonstrated the preparation to her friends. All of her friends appreciated the performance. Whose social learning theory is applied here? Social learning theory. Direct ആണ്. ഇവിടെ ഒന്നുമില്ല. ആദ്യം ആ കുട്ടി മാതൃക നോക്കി മനസ്സിലാക്കി, മോഡലിംഗ് ആണ്. പിന്നീട് അതിന്റെ സ്റ്റെപ്പുകളൊക്കെ അവൾ എഴുതി വെച്ചിട്ട് എന്ത് ചെയ്തു, അത് ഓർത്തെടുക്കാൻ അവളെ ഹെൽപ്പ് ചെയ്തു. അങ്ങനെ അത് മോഡലാക്കിക്കൊണ്ട് അവൾ എന്ത് ചെയ്യുന്നു, ഓർമ്മയിൽ നിന്നും എടുത്തുകൊണ്ട് അവൾ എന്ത് ചെയ്യുന്നു, റീകോൾ ചെയ്തുകൊണ്ട് അവൾ എന്ത് ചെയ്യുന്നു, ആ കാര്യങ്ങൾ ഒന്നും കൂടി അവൾ എന്ത് ചെയ്യുന്നു, നിർമ്മിച്ച് കാണിച്ചു. എന്ന് വെച്ചാൽ നമ്മുടെ ആൽബർട്ട് ബന്ദൂരയുടെ തിയറിയാണ്, സോഷ്യൽ ലേണിംഗ് തിയറിയാണ് വരുന്നത്. ആ തിയറി പഠിച്ച് അതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പിനെ തന്നെയാണ് ഇവിടെ അവർ എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു ഡിസ്ക്രിപ്ഷനിലേക്ക് മാറ്റിയിട്ടുള്ളത്. അപ്പോൾ ആൽബർട്ട് ബന്ദൂരയാണ് ഇവിടുത്തെ കറക്റ്റ് ആയിട്ട് ആൻസർ. ഞാൻ ബാക്കി ഓപ്ഷൻ ഒന്നും വായിക്കുന്നില്ല. ഓക്കെ. അപ്പോൾ നിരീക്ഷണ പഠന സിദ്ധാന്തം, തിയറി ഓഫ് ഒബ്സർവേഷൻ ലേണിംഗ് അല്ലെങ്കിൽ സോഷ്യൽ ലേണിംഗ് തിയറി എന്ന് പറയുന്നത് ആൽബർട്ട് ബന്ദൂരയാണ് കേട്ടോ. വികാരിയസ് ലേണിംഗ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അറിഞ്ഞിരിക്കുക. അടുത്തത്, 4 പന്തുകളും 3 പന്തുകളും ചേർത്ത് വെച്ച് 4 പന്തുകളും 3 പന്തുകളും ചേർത്ത് വെച്ച് 7 പന്തുകൾ ഉണ്ടെന്ന് സൂചിപ്പിക്കുന്ന പ്രവർത്തനം 5ാം ക്ലാസ്സിൽ നടത്താൻ അധ്യാപകൻ അവസരം നൽകി. തുടർന്ന് അധ്യാപകൻ 4 + 3 4 കൂട്ടണം 3 = 7 എന്ന് ബോർഡിൽ എഴുതി കാണിച്ചു. ഇത് നിരീക്ഷിച്ച മിലി ഉടൻ പ്രതികരിച്ചു. എങ്കിൽ 7 - 3 = 4 ആയിരിക്കില്ലേ എന്ന് അങ്ങോട്ട് ചോദിച്ചു. എങ്കിൽ പിയാഷയുടെ വൈജ്ഞാനിക വികാസ ഘട്ടത്തിൽ ഏതിലാണ് മിലി ഉള്ളത് എന്നാണ് ചോദിച്ചത്. പിയാഷയുടെ വൈജ്ഞാനിക ഘട്ടം എന്ന് വെച്ചാൽ 4 ഘട്ടങ്ങളാണ് ഉള്ളത് അല്ലെ. നിങ്ങൾക്കറിയാം, സെൻസറി മോട്ടോർ സ്റ്റേജ് ഉണ്ട്, പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് ഉണ്ട് അല്ലെ, കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് ഉണ്ട്, അതുപോലെ തന്നെ ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് എന്നൊക്കെ പറഞ്ഞ 4 ഘട്ടങ്ങളാണ് ഉള്ളത്. അപ്പോ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ശരിക്കും ശ്രദ്ധിക്കുക. ഇതാ, ടീച്ചർ പ്രൊവൈഡ് ആൻ ആക്ടിവിറ്റി ഇൻ ദ ക്ലാസ് 5 to add. ഓക്കെ, ക്ലാസ് 5 5ാം ക്ലാസ്സിലാണ്. എന്താണ് കൊടുത്തത്? ആഡ് 3 balls and 4 balls to give 7 balls. 3 ബോളും 4 ബോളും കൂട്ടി 7 ബോൾ കിട്ടുന്ന ആക്ടിവിറ്റി കൊടുത്തു. പിന്നീട് ടീച്ചർ ബോർഡിൽ എഴുതി കൊടുത്തു. ഇതാ നോക്കി, എന്താ എഴുതിയത്? 4 3 കൂട്ടി 7 ആണെന്ന്. അപ്പൊ തന്നെ മിലി ചോദിച്ചു, ടീച്ചറെ അങ്ങനെയാണെങ്കിൽ 7 നിന്ന് 3 പോയാൽ 4 അല്ലേ? തിരിച്ചു ചോദിച്ചു. റിവേഴ്സ് ആണ്, റിവേഴ്സ് തിങ്കിങ്, റിവേഴ്സിബിലിറ്റി. കഴിഞ്ഞു, ആൻസർ കിട്ടി. ഇതാ, ഇന്ദ്രിയ ചാലക ഘട്ടം, സെൻസറി മോട്ടോർ സ്റ്റേജ്, പ്രാഗ് മനോവ്യാപാര ഘട്ടം, പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്, മൂർത്ത മനോവ്യാപാര ഘട്ടം, കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്, പിന്നെ ഔപചാരിക മനോവ്യാപാര ഘട്ടം അല്ലെങ്കിൽ ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. ഏതാ വരിക? 4 + 3 7 ആണ്. then 7 - 3 4 അല്ലേ? റിവേഴ്സ് തിങ്കിങ് ആണ്, റിവേഴ്സിബിലിറ്റി ആണ്. റിവേഴ്സിബിലിറ്റി വരുന്നത് ഇദ്ദേഹത്തിന് ഏത് തിയറി, ഏത് സ്റ്റെപ്പിലാണ്, ഏത് സ്റ്റേജിലാണെന്ന് ഓർത്താൽ മതി. ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. ആൻസർ വരുന്നത് മൂർത്ത മനോവ്യാപാര ഘട്ടം അഥവാ കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്, 3rd സ്റ്റേജ് ആണ് കേട്ടോ. അതിലാണ് രൂപാത്മക മനോവ്യാപാര ഘട്ടം എന്നൊക്കെ നിങ്ങൾ മലയാളത്തിൽ പഠിച്ചിട്ടുണ്ടാവും. അടുത്തത്, ഇങ്ങനെയാണ് ആൻസറിലേക്ക് എത്തേണ്ടത്. ഡയറക്റ്റ് അല്ലേ? ഇതാ ഒന്ന് എഴുതി അതിനെ തിരിക്കുക മീൻസ് റിവേഴ്സിബിലിറ്റി. കഴിഞ്ഞു. വ്യക്തിത്വ പഠനം, അത് ഡയറക്റ്റ് ചോദിക്കാറുണ്ട്. റിവേഴ്സിബിൾ തിങ്കിങ് എന്നൊക്കെ പറയുന്നത് പിയാഷയുടെ ഏത് സ്റ്റേജിൽ വരുന്നതാണെന്നൊക്കെ ചോദിക്കാറുണ്ട്. അതിന്റെ ആൻസർ സെയിം ഉണ്ട്, 2 രീതിയും ചോദിക്കും. വ്യക്തിത്വ പഠനവുമായി ബന്ധപ്പെടുത്തിയുള്ള ഉത്തമ മാനവികതാ കാഴ്ചപ്പാടുകളിൽ ഒരു വ്യക്തി തന്നെക്കുറിച്ചുള്ള മനോഭാവങ്ങളെ വിലയിരുത്തുന്നതിലൂടെ രൂപപ്പെടുത്തിയെടുക്കുന്ന സ്വയം മതിപ്പിനെ പറയുന്ന പേര്. സ്വയം മതിപ്പ് വെച്ചാൽ നമ്മുടെ എസ്റ്റീം ആണ്, സെൽഫ് എസ്റ്റീം. ഓക്കെ. In the study of personality in post-humanistic perspectives, personal judgment of worthiness that is expressed in the attitude the individual holds towards himself or herself is termed as dash. Adarshatmaka aham or ideal self, yatharthya adhishthita aham, real self,
ആത്മസാക്ഷാത്കാരം സെൽഫ് ആക്ച്വലൈസേഷൻ ആൻഡ് ഓപ്ഷൻ ഡി ആത്മാദാനമാണ് ആത്മദാനം. ഓക്കെ, സെൽഫ് എസ്റ്റീം ആണ്. അപ്പൊ ഇതിലെ വരുക വ്യക്തിത്വ പഠനവുമായി ബന്ധപ്പെടുത്തിയുള്ള ഉത്തമ മാനവികതാ കാഴ്ചപ്പാടുകളിൽ ഒരു വ്യക്തി തന്നെക്കുറിച്ചുള്ള മനോഭാവങ്ങളെ വിലയിരുത്തുന്നതിലൂടെ രൂപപ്പെടുത്തിയെടുക്കുന്ന ഒരു സ്വയം മതിപ്പ്. ഞാൻ തന്നെ എന്നെക്കുറിച്ചുള്ള ഒരു മനോഭാവം രൂപപ്പെടുത്തിയെടുക്കുന്ന അതിലൂടെ എനിക്കൊരു സ്വയം മതിപ്പ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നു. അത് ഏതിൽ വരുന്നതാണ് ചോദിച്ചത്. ഡൗട്ട് ഒന്നും വേണ്ട, സെൽഫ് എസ്റ്റീം ആണ് ആൻസർ കേട്ടോ. ആത്മദാനം എന്നാണ്, ആത്മാദനമാണ്, സെൽഫ് എസ്റ്റീം ആണ്, സെൽഫ് എസ്റ്റീം. ഓക്കെ, അപ്പൊ ഇത് ഒന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ കുറച്ച് ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആയിരിക്കും ഇന്നിപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അതെന്ത് ചെയ്യാം, ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് എവിടെയെങ്കിലും മാർക്ക് ചെയ്ത് വെക്കുക. ക്ലിയർ. അടുത്ത ഒരു ക്വസ്റ്റിലേക്ക് വരാം. മെച്ചപ്പെട്ട പഠനം കുട്ടികളിൽ ഉറപ്പാക്കുന്നതിന് ഒരു ടീച്ചർക്ക് ആവശ്യം വേണ്ടത് ചുവടെ തന്നിട്ടുള്ളവയിൽ ഏതാണ്? ഫോർ എനാബിളിംഗ് ബെറ്റർ ലേണിംഗ് എമംഗ് ലേണേഴ്സ് വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് എസെൻഷ്യൽ ഫോർ ദ ടീച്ചർ? ഏതായിരിക്കും വരിക? പഠിതാക്കളെ കുറിച്ചുള്ള അറിവ് ഓർ നോളജ് അബൌട്ട് ദ ലേണർ, വ്യക്തമായ ഉള്ളടക്ക ധാരണ തറോ കണ്ടന്റ് നോളജ്, വിവിധ വിനിമയ രീതികളെ കുറിച്ചുള്ള ധാരണ അല്ലെങ്കിൽ നോളജ് അബൌട്ട് വേരിയസ് ട്രാൻസാക്ഷണൽ മോഡാലിറ്റീസ്. പിന്നെയോ മുകളിൽ പറഞ്ഞവയെല്ലാം, ഓൾ ദി അബോവ്. ഇവിടെ പറഞ്ഞ കാര്യം ശരിക്കും മനസ്സിലാക്കുക. മെച്ചപ്പെട്ട പഠനം കുട്ടികളിൽ ഉറപ്പാക്കുന്നതിന് ഒരു ടീച്ചർക്ക് ആവശ്യം വേണ്ടത് ചുവടെ തന്നിട്ടുള്ളവ ഏതാണെന്നാണ് ചോദിച്ചത് അല്ലേ. അപ്പൊ ഏതാ വരുക? പഠിതാക്കളെ കുറിച്ചുള്ള അറിവ്. ടീച്ചർ എന്താണ്, നിങ്ങൾ ഏത് ക്ലാസ്സിൽ പോയാൽ ആ കുട്ടികളെ കുറിച്ചുള്ള ധാരണ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കിയെടുക്കണം. അറ്റ്ലീസ്റ്റ് അവരുടെ പേരെങ്കിലും വെച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പൊ നമുക്ക് കാര്യങ്ങൾ എളുപ്പമാവും. അപ്പൊ അതെന്തായാലും വേണം. വ്യക്തമായ ഉള്ളടക്ക ധാരണ, അത് പിന്നെ ടീച്ചറെ സംബന്ധിച്ചിടത്തോളം എന്തായാലും കണ്ടന്റ് നോളജ് മസ്റ്റ് ആണ് അല്ലേ. നെക്സ്റ്റ്, വിവിധ വിനിമയ രീതികളെ കുറിച്ചുള്ള ധാരണ. ഒരേ രീതി തന്നെ ലെക്ചറിങ് അല്ല, പലതരത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പല രീതിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും കാര്യങ്ങളൊക്കെ. അപ്പൊ അതിന്റെ ധാരണ ഉണ്ടാവണം. എന്ന് വെച്ചാൽ മൂന്നും ഉണ്ടാവണം. എന്താണ് ഏതാണ് നമ്മുടെ ആൻസർ? മൂന്നും വേണമെങ്കിൽ ആൻസർ ഓപ്ഷൻ ഡി ആണ്. മുകളിൽ പറഞ്ഞവ എല്ലാം വരും എന്നുള്ള കാര്യം ഓർക്കുക. നെക്സ്റ്റ്, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് പക്വ വ്യക്തിത്വത്തെ വിശദീകരിക്കാൻ വില്യാർഡ് ആൽപോർട്ട് നിർദ്ദേശിച്ച മാനദണ്ഡങ്ങളിൽ പെടാത്തത്? Which of the following is not a factor to define a matured personality proposed by വില്യാർഡ് ആൽപോർട്ട്? വിപുലീകൃത അഹം or extended self, ആത്മസന്തുലനം സെൽഫ് റെഗുലേഷൻ, യാഥാർത്ഥ്യബോധം റിയലിസ്റ്റിക് പെർസെപ്ഷൻ, നിരുപാധിക പരിഗണന അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ്. അപ്പൊ ഇതിലേതാ വരുക? ചുവടെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് പക്വ വ്യക്തിത്വത്തെ വിശദീകരിക്കാൻ വില്യാർഡ് ആൽപോർട്ട് നിർദ്ദേശിച്ച മാനദണ്ഡങ്ങളിൽ പെടാത്തത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ. അപ്പൊ ആൻസർ ആയിട്ട് പറയുന്നത് ഒരു സംശയം വേണ്ട, നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ആൻസർ വരുന്നത് ഡി ആണ്, നിരുപാധിക പരിഗണന അല്ലെങ്കിൽ അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ് എന്നുള്ളതാണ്. ബാക്കിയൊക്കെ അതിൽ ഉൾപ്പെടുന്നതാണ്. ഓക്കെ, അത്രയും കാര്യങ്ങളാണ്. നമ്മൾ ഇന്നിപ്പോൾ 15 ചോദ്യങ്ങളാണ് ഈ ഒരു സെറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ 15 ചോദ്യങ്ങളും വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഇമ്പോർട്ടൻ്റ് ആണ്. അറിയാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യുക, എഴുതി വെക്കുക, നോട്ട് ചെയ്ത് വെച്ചിട്ട് തന്നെ എന്ത് ചെയ്യുക, മുന്നോട്ടേക്ക് പോവുക. ഇന്നത്തെ ഈ ഒരു കാര്യങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അപ്പോൾ ഞാൻ വെറുതെ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ പോയി ചോദിക്കുവാണ്. നമ്മൾ നേരത്തെ പഠിച്ചു ദ തിങ്കിങ് അബൌട്ട് വൺസ് ഓൺ തിങ്കിങ്, അല്ലെങ്കിൽ ഒരാളുടെ ചിന്തയെക്കുറിച്ചുള്ള ചിന്തയെ നമ്മൾ വിളിക്കുന്ന പേര് എന്താണ്? പെട്ടെന്ന് ഓർമ്മയുണ്ടോ നോക്കുക, ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമന്റ് ചെയ്യുക, ഫ്രണ്ട്സിന്റെ ഷെയർ കൊടുക്കാൻ കൂടി ശ്രദ്ധിക്കുക. ഇതുപോലെ ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. PDF ആയിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യുക, അതിന്റെ പെയ്ഡ് മെറ്റീരിയൽ ആണ്. നിങ്ങൾക്ക് അത് വേണമെങ്കിൽ നെക്സ്റ്റ് സെഷനിൽ കാണുന്ന രീതിയിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്താൽ മതി, അവർ ഫോർവേഡ് ചെയ്ത് തരും. ഓക്കെ, അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഞാൻ പറഞ്ഞെന്ന് തോന്നുന്നു. അടുത്ത സെഷനിൽ കാണാം. താങ്ക് യു.